ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്വീറ്റ് റെസിപ്പിയാണ് സ്വീറ്റ് കോക്കനട്ട് ബോൾസ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു 12 മുതൽ 15 വരെ ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. യൂണിഫോമായിട്ട് നമുക്ക് എല്ലാ ബോൾസും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഏത് നട്ട്സാണോ എടുത്തിട്ടുള്ളത് അത് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങയുടെ ഈർപ്പം നന്നായിട്ട് മാറുന്നവരെ കളർ മാറാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കോക്കനട്ട് ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനെടുത്ത 1 കപ്പ് അളവിൽ 12 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ട് ഈ ബോൾസൊക്കെ ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റോൾ ചെയ്തെടുക്കാം. ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷവും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് കോക്കനട്ട് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.